ഹലോ ഗൈസ്, വെൽക്കം ടു ജയ ഫാമിലി. ഇന്ന് എന്റെ ഗ്രാജുവേഷൻ ആണ്. കുറെ കാലത്തിന് ശേഷം ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. ഇന്ന് എന്താവും എനിക്കറിയില്ല. നീ എടുത്തില്ലേ? നമ്മൾ ലേറ്റ് ആണ്, ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്. 6:30 ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ 7:30 ആയി. ഇതാണ് ദേവേന്ദ് ഗൈസ്. ഇതെന്റെ ചന്ദ്ര വൈബ്. ഐറിൻ മേരി ജോസ്. എന്തിനാ ഇങ്ങനെയൊക്കെ വരുന്നത്? സിൻസിയർ ആയിട്ടൊക്കെ. തങ്കുച്ചേട്ടൻ അറിയില്ല എല്ലാവർക്കും. ഗ്ലാമർ വെച്ചു ഗ്ലാമർ വെച്ചു. ഞങ്ങൾ ഡ്രൈവർ ആണെന്നത് സൽമാൻ. വണ്ടി പഞ്ചറാണ് കേസ്. അപ്പൊ നമുക്കിനി വണ്ടി റെഡി ആക്കിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അല്ല അഖിലേ അവർക്കവിടെ ഓടിപ്പെത്തും കേസ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ പോർട്സ്മൗത്ത് പോയിട്ട് അവിടെ നിന്ന് ഗ്രാജുവേഷൻ ആയിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഐൽ ഓഫ് വൈറ്റ്. അപ്പൊ എന്താവും ഒന്നും അറിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സെറ്റൊക്കെ നീ തുറക്കടി മുത്തേ. അതൊന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. ചൂടാക്കേണ്ടി വരും മിക്കവാറും. അതാ ലച്ചു വന്നു. ഓ മൈ ഗോഡ്, ഇതാരാണിത്? കിസ്നമ്മ ലച്ചുന്റെ കൂടെ ഇരുന്നോട്ടെ കാറില്. ഓക്കെ, അതില് പോക്കാം. ബൈ ബൈ, ലവ് യു. അല്ല, അവൻ ലച്ചിനോട് നിക്കാണ്. ഇരുന്നോട്ടെ. അവൻ ചിലപ്പോ കുറച്ച് കഴിയുമ്പോ വെറുതെ ചോദിക്കായിരിക്കും. ലച്ചുമ്മി, ശുണ്ടുമണി, ഹലോ. ഇത് ഐ ലവ് ഫൈറ്റിലെ പഴയ മറ്റേ ഡോറോത്തി. നമുക്ക് പോകുമ്പോ വെള്ളം വാങ്ങിക്കാം. കിസ്നു ലച്ചു റെഡി? കിസ്നു ലച്ചു റെഡിയാണോ? റെഡിയാണോ? നമ്മൾ പക്ക ലേറ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി 8:30 അപ്പൊ നമ്മൾ നേരെ പോർട്സ്മൗത്തിലേക്ക് ഇനി ചലിക്കുകയാണല്ലേ. നമ്മൾ നേരത്തെ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങാനൊക്കെ. അപ്പൊ നമ്മള് ഇനി പോർട്സ്മൗത്ത് എത്തിയിട്ടാണ്. നമ്മൾ 1 മണിക്കൂർ ഞങ്ങൾ 2 മണിക്കൂർ മുമ്പ് ഇറങ്ങിയതൊക്കെ. നിങ്ങൾ ട്വിന്നിങ് ആയിട്ടുണ്ടല്ലോ. നിന്നെയാണ് ആദ്യം എടുക്കാൻ പോണത്. സാനുവിനെ കാണിക്ക്. ഇതാരാ?
നല്ല ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിസ്നു ധാരടാ, ധാരത് അഞ്ജലിയാണോ? അഞ്ജലി നമ്മളിവിടുന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ പോകണം. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണോ എന്ന് വെച്ചാൽ ലേറ്റ് ആണോ, ലേറ്റ് അല്ലെന്ന് വെച്ചാൽ അല്ല. 3 മണിക്കാണ്. നമുക്കിനി ഗൗൺ വാങ്ങിക്കണം. ഗൗൺ വാങ്ങിയിട്ട് വേണം ഗിൽഡോട് പോകാൻ. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുക്കണം. കിച്ചപ്പൂ ഓടിവാ. ഇത് നോക്ക്, കിച്ചപ്പൂന്റെ വരവ് നോക്ക്. ഇതാരായത്? നമുക്കിനി ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് കാണാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട, ഞാൻ ഒരിക്കലും നടക്കില്ല എന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട ഒരു നിമിഷത്തിലേക്കാണ്. ഏതൊരു സാധാരണക്കാരിലൊരു പെൺകുട്ടിയെ പോലെയും പാലക്കാടൊക്കെ ജനിച്ച് വളർന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളൊരു കുട്ടി അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് ഒരിക്കലും നമ്മൾ സ്വപ്നം കാണാത്തതിൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു രാജ്യത്തേക്ക് വരിക. പണ്ടൊക്കെ ഇങ്ങനെ കസിൻസൊക്കെയാണ് ഇങ്ങനെ ലണ്ടനിൽ നിന്ന് വരണു അല്ലെങ്കിൽ ദുബായിൽ നിന്ന് വരണു എന്ന് പറയുമ്പോൾ വളരെ കൗതുകത്തോടെ നോക്കി നിന്നൊരു സമയത്തും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു കാലത്ത് നമ്മളും അവിടെ പോവും അല്ലെങ്കിൽ അവിടെ പഠിക്കും എന്നുള്ളതൊന്നും. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് വന്ന് അവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സ്ട്രഗിൾസും എല്ലാം കഴിഞ്ഞ് അവിടെ പഠിക്കാൻ വേണ്ടി വന്ന് ആ പഠിത്തം പൂർത്തിയായിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ ഡേ സെറിമണിക്ക് പോവുകയാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും വളരെയധികം സന്തോഷത്തോടു കൂടിയും ഭയങ്കര കൗതുകത്തോടു കൂടിയാണ് ഞാൻ അന്ന് ഫുള്ളും നോക്കിക്കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. തങ്കുവാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റായിരുന്നു. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര നമുക്ക് അത് പറഞ്ഞ് അറിയിക്കാൻ എനിക്ക് വാക്കുകൾ തന്നെ ഉണ്ടാവില്ല. അത്രയും ബ്ലെസ്ഡും ഗ്രാറ്റിറ്റ്യൂഡും ഗ്രേറ്റ്ഫുള്ളുമായിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. നമ്മളെപ്പോഴും സിനിമകളിലോ അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ വായിച്ച ഒരിത് മാത്രമേ നമുക്കുള്ളൂ, എങ്ങനെയായിരിക്കും അബ്രോഡ് സ്റ്റഡീസ് എന്നുള്ളത്. അത് ആദ്യമായിട്ട് ഫീൽ ചെയ്ത് അതിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിക്ക് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അതിൽ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ഫാമിലി, തങ്കുവാണെങ്കിലും കിച്ചപ്പു ആണെങ്കിലും അവരൊക്കെ ആ ഒരു മൊമെൻറ്റ്, എന്നെ അവിടെ സ്റ്റേജിൽ കാണുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരവിടെ വെയിറ്റ് ചെയ്യണത്. ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് അമ്മേനെയും ഉഷാമ്മേനെയും അച്ഛനെയും എല്ലാവരെയും മാറി മാറി വിളിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. എനിക്കിത് എത്ര പേർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട കുറച്ച് മിനിറ്റ്സാണിത്. ഭയങ്കര നെർവസ്നെസ്സും ഭയങ്കര ടെൻഷൻ ഉണ്ടായിട്ടാണ് ഞാൻ ആ സ്റ്റേജിൽ കയറുന്നത്. എൻ്റെ പേര് വിളിക്കുമ്പോൾ എനിക്ക് എവിടെ നിന്നും ഇല്ലാത്തൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എനിക്ക് അത് റിസീവ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കിച്ചപ്പു ആണെങ്കിലും തങ്കു ആണെങ്കിലും ഇത് എനിക്ക് വേണ്ടി കൈ കൊട്ടുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ, ഇതെല്ലാം കാണാൻ എനിക്ക് എൻ്റെ ഏറ്റവും വിലപ്പെട്ട എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് മെമ്മറീസും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇനിയിപ്പോൾ കിച്ചപ്പൂനാണെങ്കിലും എനിക്ക് ഉണ്ടാകുന്ന ബാക്കിയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ വേറെ ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കഥകളായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ പടിയിറങ്ങുന്നത്. ഏതൊരു കുട്ടീനെ പോലെയും ഇന്ന് വേറൊരു രാജ്യത്തു നിന്ന് വന്ന് പുതിയൊരു രാജ്യം, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത രീതികൾ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് അവിടെ ജീവിച്ച് അങ്ങനെ അവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനലി അങ്ങനെ ഗ്രാജുവേറ്റ്. നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജിൽ കയറുമ്പോൾ?
ശാന്തി അതുപോലെ എല്ലാവരുടെയും ചില ഇവിടെ ഈ നൈജീരിയൻസിന്റെ ഒക്കെ വായിക്കുമ്പോ കോമഡിയാണ്, പക്കാ കോമഡിയാണ്. ആ അതന്നെ നടക്കണം, നമ്മൾ അങ്ങോട്ട് നേരെ നടക്കാം. ഞാൻ പിടിച്ചോളാം, നീ അവന്റെ എന്നിട്ട് പറ എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു പറ. കുഴപ്പമില്ല, പക്ഷെ ഞാൻ വിചാരിച്ചതേ അവര് സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് അയക്കും, വീട്ടിൽ അച്ഛനെന്താ സ്റ്റേജിൽ കിട്ടുന്നുണ്ടോ, ഞാൻ വിചാരിച്ചു മറ്റേ റൗണ്ടിൽ ഒരു റിബണൊക്കെ കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. ചിലവരുടെ അങ്ങനെ തരും, പക്ഷെ അത് ഭയങ്കര മോശമായി പോയി. അത് കൊടുക്കായിരുന്നു, എന്തെങ്കിലും സാധനം കൊടുക്കായിരുന്നു. ഇത് കയ്യും ചാൻസലറൊക്കെ ഇല്ലേ മറ്റേ, എനിക്ക് ഹാരി പോട്ടർ വൈബ് ഫുള്ള്, എനിക്ക് കരച്ചിലൊക്കെ വന്നു കേട്ടോ. അപ്പൊ ഗേസ് നമ്മളിതേ തിരിച്ചു പോവാണ്, നമുക്ക് കോട്ട് തിരിച്ചു കൊടുക്കണം. ഇപ്പൊ സമയം ഏകദേശം 5 മണിയായി, 8 മണിക്കാണ് നമ്മുടെ ഷിപ്പ്. അപ്പോൾ കോട്ട് തിരിച്ചു കൊടുക്കണം. കോട്ട് തിരിച്ചു കൊടുത്ത് നേരെ അഞ്ജലിയുടെയും ദേവിയുടെയും വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇവര് ഇപ്പോൾ സൗത്ത് സീ ബീച്ചിലുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ വ്ളോഗോടെ എൻഡ് ചെയ്യണം. ഇനി ഐൽ ഓഫ് വൈറ്റ് വ്ളോഗായിരിക്കും. അപ്പോൾ ഇനി ഷിപ്പ് കയറിയിട്ട് കാണാം. കിച്ചപ്പൂക്ക് എന്തൊരു ചന്തോടെ ഇരിക്കുമ്പോൾ കിച്ചപ്പും തങ്കുനിയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഫുള്ളും. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ രണ്ടുപേരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ ഡ്രസ്സ്, നല്ല രസമുണ്ട് രണ്ടുപേരും കാണാൻ. രണ്ടുപേരും കിച്ചപ്പൂക്ക് എന്ത് ചന്തമാണ്. കിച്ചനും സുന്ദരനാണോ നിങ്ങള്? ചന്തമാണ് നിങ്ങള്? ആണോ? കിച്ചപ്പൂ ഭയങ്കര ചന്തം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിച്ചപ്പൂനെ, പറയാതിരിക്കാൻ പറ്റില്ല. കിച്ചപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പുറത്ത് പോവാ, ബോട്ടിൽ പോവാ, ട്രെയിനിൽ പോവാ, എല്ലാവരുടെയും പോവാ. നമ്മള് ഫൈനലി ഷിപ്പ് കയറി.